ആലപ്പുഴയിൽ കെ.എസ്.ആർ.ടി.സി ബസും കാറും കൂട്ടിയിടിച്ച് 5 മരണം. ആലപ്പുഴ കളർകോട് വെച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ ഉണ്ടായിരുന്ന 7 പേരിൽ 5 പേരാണ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ വെച്ചാണ് കെ.എസ്.ആർ.ടി.സി ബസും ഒപ്പം തന്നെ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. തുടർന്ന് ഈ വാഹനം കാർ പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആദ്യം 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇപ്പോൾ അത് മരണസംഖ്യ 5ആയി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുതര പരിക്കുകളാണ് കാറിനകത്തുള്ള ആളുകൾക്ക് ഉള്ളത്. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ആധികാരികമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഫയർഫോഴ്സ് എത്തി, നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. കെ.എസ്.ആർ.ടി.സി ബസിന്റെ മുൻഭാഗവും വലിയ തോതിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗത്ത് കാർ ഏകദേശം പൂർണ്ണമായി തകർന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് ഇവരെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി വെട്ടിപ്പൊളിച്ചാണ് ഈ കാറ് പുറത്തേക്ക് എത്തിച്ചത്. ആദ്യം 3 പേരെ പുറത്തെടുത്തു, പിന്നീടാണ് ബാക്കിയുള്ളവരെയും എത്തിച്ചത്. ഇപ്പോൾ 5 പേരുടെ മരണമാണ് അഭിലാഷ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ശരണി, ഇവരിപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഒപ്പം ഈ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി എന്ന നിലയിൽ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്നടക്കം പ്രതികരണങ്ങൾ വരുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് പിഴവ് സംഭവിച്ചത്, ആർക്കാണ് പിഴവ് സംഭവിച്ചത് എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വലിയ വേഗത്തിൽ വന്ന് ഇടിച്ച ഇതാണ്. ആ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം അത് മുഴുവനായി തകർന്നിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. 7 യുവാക്കളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ്, വണ്ടാനത്തെ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരം, പ്രാഥമികമായ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരു കൺഫർമേഷനിലേക്ക് എത്തിയിട്ടില്ല. ആധികാരികമായി സ്ഥിരീകരിക്കുന്നത് പോലീസാണ്. എന്തായാലും വളരെ വേഗത്തിലാണ് കാർ എത്തിയിരുന്നതാണ്. ഈ വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗത്തു നിന്നും ഇവരെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് അടക്കം എത്തി കാർ പൊളിച്ചാണ് ഇവരെ ഓരോരുത്തരെയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന രക്ഷാപ്രവർത്തനത്തിലാണ് ഓരോരുത്തരെയായി പുറത്തിറക്കിയത്. പക്ഷേ ഇപ്പോൾ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ 3 പേർ അപകടം നടന്ന ഘട്ടത്തിൽ പുറത്തെടുത്ത ഘട്ടത്തിൽ തന്നെ 3 പേർ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ, അതായത് 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുരുതര പരിക്കുകളാണ് വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉള്ളത്. അഭിലാഷ്, അതായത് ഈ അപകട സമയത്ത് തന്നെ 3 പേരുടെ മരണം എന്ന് പറയുമ്പോൾ അത്രമേൽ ആഘാതം, ഇടിയുടെ ഒരു ആഘാതം നമുക്ക് മനസ്സിലാക്കാം. ഈ ദൃശ്യങ്ങളിലും വ്യക്തമാണിത്. ഒരു പരിധിവരെ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായൊക്കെ വാഹനം വെട്ടിപ്പൊളിക്കാറുണ്ട് എങ്കിൽ പോലും, പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണാം വാഹനത്തിന്റെ മുൻഭാഗം, അവിടെ വാഹനം ഇടിച്ച് തകർന്ന ഭാഗം ആണത്. സ്വാഭാവികമായും അവിടെയൊന്നും രക്ഷാപ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ വെട്ടിപ്പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. സീറ്റ് മുതൽ അല്ലെങ്കിൽ ഡോർ മുതൽ ആണ് അങ്ങനെ ഉണ്ടാവുക. ഇതിപ്പോൾ അത്രമേൽ തീവ്രമായ ഒരു അപകടം, അല്ലെങ്കിൽ വളരെ വേഗതയിൽ വന്ന് കൂട്ടിയിടി സംഭവിച്ചിരിക്കുന്നു. ആ വേഗത ആരുടെ ഭാഗത്ത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും അങ്ങനെയാണല്ലോ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. ബസിന്റെ മുൻഭാഗമാണ് ഇടിച്ചിട്ടുള്ളത്. എതിരെ വന്ന് ഇടിച്ചതുപോലെ തന്നെയാണ് വാഹനം ഇപ്പോൾ ഉള്ളത്. കാറാണ് പൂർണ്ണമായി തകർന്നിട്ടുള്ളത്. എന്തായാലും നല്ല വേഗതയിൽ വന്ന വാഹനം ഇടിച്ചു കയറിയിട്ടുള്ളതായാണ് ദൃശ്യങ്ങൾ കാണാവുന്നത്. പിൻഭാഗത്തെ ഡോറൊക്കെ പൊളിച്ചാണ് ഇവരെ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ വലിയൊരു അപകടം എന്ന് തന്നെ പറയാം. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ള വിവരവും നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇവർ വിദ്യാർത്ഥികളാണെന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടെങ്കിലും ആധികാരികമായൊരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. പക്ഷേ 7 പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഇടിയുടെ ആഘാതത്തിൽ തന്നെ 3 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ്. അതിനുശേഷം ഇപ്പോൾ മരണസംഖ്യ ഉയർന്നതായുള്ള വിവരം ലഭിക്കുന്നു. 5 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളും ഒപ്പം തന്നെ ഫയർഫോഴ്സ്, കാരണം വാഹനത്തിനകത്തു നിന്ന് ഇവരെ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും ജനങ്ങളും ചേർന്നിട്ടാണ് ഈ വാഹനം തുറന്ന് ഇവരെ പുറത്തേക്ക്, വാഹനം പൊളിച്ച് ഇവരെ പുറത്തേക്ക്
എടുത്തത്. നല്ല മഴയും ഉണ്ട് ഇവിടെ. ആ ഒരു മഴയുടെ പശ്ചാത്തലത്തിലാണോ സംഭവിച്ചതെന്ന് അറിയില്ലെങ്കിൽ പോലും കാർ പൂർണ്ണമായി തകർന്ന അവസ്ഥ, മുൻഭാഗമൊക്കെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇരുഭാഗത്തെയും ഡോർ ഉൾപ്പെടെ തകർന്ന് ഇടിച്ചു കയറിയ ഒരു അവസ്ഥയിലാണ് വാഹനം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സുരക്ഷാ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അതിന്റെ ഭാഗമായി ഇപ്പോൾ ആളുകളെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു അപകടം എന്ന് തന്നെയാണ്. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഈ KSRTCയിൽ സഞ്ചരിച്ചവർക്ക് അടക്കം ഒരുപക്ഷെ പരിക്കുകളൊക്കെ ഉണ്ടാകാം. അത് ഗുരുതരമാണോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും സാധിക്കില്ല. എങ്കിലും ബസ്സിലേക്ക് കാർ വന്നിടിച്ചു എന്നാണ് പൊതുവെ ദൃക്സാക്ഷികൾ പറയുന്നത്. അതിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് ഈ കാർ ഓടിച്ചാൽ അതാരെ എന്നൊന്നും വ്യക്തമല്ല. അവിടെ തന്നെ ആയിരിക്കണം പിഴവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് കാർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ഇടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാറ് ഇടിച്ച് അകത്തേക്ക് കയറിയ പോലെയാണുള്ള അവസ്ഥയാണ്. അതായത് കാറിന്റെ പകുതിയോളം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര വലിയൊരു ആഘാതത്തോടു കൂടിയുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. 7 പേർ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 5 പേർ മരണപ്പെട്ടു എന്നുള്ള അനൌദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരവും ഉണ്ട്. ഈ കളർകോട് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ വാഹനം പൂർണ്ണമായി ഇടിച്ചു കയറി കാറിന്റെ പകുതിയോളം തകർന്ന ഒരവസ്ഥയിലാണ് ഈ കാർ ഇപ്പോൾ ഉള്ളത്. ഫ്രണ്ട് ഭാഗത്തെ അതിന്റെ ഗ്ലാസ് ഒക്കെ തകർന്നിട്ടുണ്ട്. ആ ഡോറിന്റെ ഭാഗം തുറന്നാണ് ഇവരെ പുറത്തേക്ക് എത്തില്ല. KSRTC ബസിന്റെയും മുൻഭാഗം നന്നായി ഇടിച്ച് തകർന്നിട്ടുണ്ട്. പക്ഷേ കാറ് ഏകദേശം പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയിലാണ്. ജനങ്ങൾ ചേർന്നാണ്, നാട്ടുകാരാണ് പെട്ടെന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. പോലീസും എത്തി. കാറ് വെട്ടിപ്പൊളിച്ച് 3 പേരെ പുറത്തെടുത്തപ്പോഴത്തേക്കും 3 പേർ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് മരണനിരക്ക് ഉയരുകയായിരുന്നു. 5 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബസ്സിലേക്ക് കാർ വന്നിടിച്ചു എന്നുള്ളതാണ് വിവരം. പക്ഷേ അതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഏതാണ്ട് എത്ര മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്നതിൽ വ്യക്തതയുണ്ടോ ശരണ്യ? ഏകദേശം അരമണിക്കൂറിന് മേളിലാകുന്നു ഈ അപകടം ഉണ്ടായിട്ട്. വാഹനം ഇടിച്ച ഉടൻ തന്നെ അരമണിക്കൂറല്ല, അതിന് മുകളിലായി 1 മണിക്കൂർ അടുത്താകുന്നു ഈ അപകടം ഉണ്ടായിട്ട്. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴയിൽ സംഭവിച്ചതാണോ എന്നറിയില്ല. പക്ഷേ കാറിലുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അഭിലാഷ്, ഈ 7 പേർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് അതേറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നല്ല മഴയിൽ കാണാതെ പോയതാണോ എന്നറിയില്ല. പക്ഷെ എങ്കിൽ പോലും കാറിന് വേഗത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കാറിന്റെ പൂർണ്ണമായി കാർ ഇടിച്ചു കയറി അതിന്റെ പകുതിയോളം ഭാഗം തകർന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. പ്രദേശത്ത് ഇപ്പോൾ ഇവിടെ ഈ കൂടിയ ആളുകളും ഒപ്പം തന്നെ ഫയർഫോഴ്സും എത്തി കാറ് തുറന്ന്, അതായത് പലരുടെയും ശരീരഭാഗങ്ങളടക്കം അറ്റുപോയ അവസ്ഥയിലായിരുന്നു വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത്. ഒപ്പം തന്നെ കാറ് സാധാരണ ആളുകൾക്ക് ചെറിയ രക്ഷാപ്രവർത്തനം നടത്തി അകത്തുനിന്നുള്ളവരെ പുറത്തെടുക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് വാഹനം പൊളിച്ച് ഇവരെ പുറത്തേക്കെടുത്തത്. ആലപ്പുഴ കളർകോടാണ് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഇപ്പോൾ 5 മരണം സംഭവിച്ചിട്ടുള്ളത്. 7 പേർ ആണ് ഈ കാറിൽ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് വിവരം. ഈ 7 പേരിൽ 5 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരണപ്പെട്ടതായാണ് വിവരം. KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആണ് ഇടിച്ചത്. ഈ KSRTC ബസ്സിലേക്ക് കാർ വന്നിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കളർകോട് ജംഗ്ഷന് സമീപം ആണ് ഈ അപകടം ഉണ്ടായത്. വൈറ്റിലിയിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ ആണ് കൂട്ടിയിടിച്ചത് എന്നതാണ് വിവരം. ഈ ഇടിയുടെ ആഘാതത്തിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്.
കാറിന്റെ മുൻ സീറ്റിൽ 2 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. ഈ 2 പേരും അതേ സമയം തന്നെ, അതായത് അപകടമുണ്ടായ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഈ യാത്രക്കാരെ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ തന്നെ ഈ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന 2 പേർ മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം നടുക്കത്തെ സീറ്റിൽ ഇരുന്നവരും ഈ മരണപ്പെട്ടവരിൽ ഉണ്ട് എന്നുള്ളതാണ്. 7 സീറ്റർ വാഹനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ടവരെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദ്യാർത്ഥികളാണ് എന്ന ചില വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ അപകടമുണ്ടാകുമ്പോൾ പ്രദേശത്ത് മഴയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടിയുടെ ശബ്ദം ആ പ്രദേശത്ത് മുഴുവൻ കേൾക്കാമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആ ശബ്ദം കേട്ടാണ് പലരും അവിടേക്ക് ഓടിയെത്തുകയും സമീപ പ്രദേശങ്ങളിൽ നിന്ന്, കടകളിൽ നിന്നൊക്കെ ആളുകൾ ഓടിയെത്തുകയും ചെയ്തത്. ഇവർ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ വന്ന വാഹനത്തിലും കുറേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കേരള സർവകലാശാലയിലെ PG വിദ്യാർത്ഥികൾ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതായും പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഉണ്ട്. എന്തായാലും അപകടം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികൾ ആ സ്ഥലത്തേക്ക് ഓടി എത്തി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് പ്രദേശവാസികൾ തന്നെയാണ്. ഈ വാഹനം വെട്ടിപ്പൊളിക്കുമ്പോൾ തന്നെ മുൻസീറ്റിലുണ്ടായിരുന്ന 2 പേർ അടക്കം 3 പേർക്ക് ഒരു തരത്തിലുമുള്ള ചലനവും ഉണ്ടായിരുന്നില്ല, ജീവന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. ഒപ്പം അവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് എല്ലാവരും യുവാക്കളാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കളർകോട് ജംഗ്ഷന് സമീപം, ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം ആണ് ഈ വലിയ വാഹന അപകടം ഉണ്ടായത്. ഒരുപക്ഷെ മഴ പെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വാഹനം, അതായത് എതിരെ വന്ന വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയതാണോ എന്നത് അറിയില്ല. വാഹനം ഓവർ സ്പീഡിലായിരുന്നോ എന്നതും അറിയില്ല. ഈ കുട്ടികൾ എവിടേക്ക് പോയതാണ് എന്നതിലൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തത കൈവരുന്നുമില്ല.